മലയാളിയുടെ ഇഷ്ടവിഭവങ്ങളിലൊന്നായ കോഴിയിറച്ചിക്ക് വില കൂടിയതോടെ കച്ചവടക്കാർ പ്രതിസന്ധിയിലാണ്. കോഴിക്കോടത്തെ കാര്യമാണ് ഈ പറയുന്നത്. കോഴിക്കോട് ഒരു മാസം മുൻപ് വരെ 220 രൂപയ്ക്ക് കിട്ടിയിരുന്ന കോഴിയിറച്ചിക്ക് ഇപ്പോൾ എത്ര രൂപയാണെന്നറിയാമോ? 280 രൂപ ആണ് ഇപ്പോഴത്തെ വില. വില കുറച്ചില്ലെങ്കിൽ കടകൾ അടച്ചിട്ട് സമരത്തിലേക്ക് കടക്കാനാണ് കച്ചവടക്കാരുടെ തീരുമാനം. ചിക്കൻ വിഭവങ്ങൾ മലയാളിക്ക് ഇന്ന് തീന്മേശയിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചിക്കൻ്റെ വില അതിഭീകരമായി വർദ്ധിക്കുന്നുണ്ട്. സാധാരണ പറയും പോലെ ഡിമാൻഡ് കൂടുമ്പോൾ വില വർദ്ധിക്കുന്നതാണോ? പല അഭിപ്രായങ്ങളുണ്ട്. ഇതൊന്ന് പരിശോധിക്കാം. ഞങ്ങൾ എന്തോ ഒരു കള്ളത്തരം ചെയ്യുന്നത് പോലെയാണ് ജനങ്ങൾ ഞങ്ങളെ കാണുന്നത്. 250 റുപ്യ ഇറച്ചി എന്നൊക്കെ പറഞ്ഞാൽ ലോക റെക്കോർഡാണ്. ഒരു 10-25 വർഷങ്ങളായിട്ട് ഞാനൊക്കെ ചിക്കൻ ഷോപ്പ് നടത്തുന്നുണ്ട്. ഇത്രയും കാലമായിട്ട് 250 റുപ്യ ഇറച്ചി വിൽപ്പന നടത്തിയിട്ടില്ല. 290 ശരിക്കും വിൽക്കേണ്ടത്. 280 റുപ്യ ഒരു വിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ ഇതിന് നല്ല കട പൂട്ടിയിടാന്നുള്ള തീരുമാനത്തിലേക്കാണ് ഞങ്ങൾ. വില കൂടിയത് കാരണം കച്ചവടം കുറയുന്നു. ഈ പരാതിയും ആശങ്കയുമാണ് കോഴിക്കച്ചവടക്കാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫാമിൽ നിന്ന് കോഴികൾ കടകളിലെത്തണമെങ്കിൽ കിലോയ്ക്ക് 100 മുതൽ 120 രൂപ വരെയാണ് നൽകേണ്ടത്. 1 കിലോ തൂക്കം വരുന്ന കോഴി 175 രൂപയ്ക്കും കോഴി ഇറച്ചിയാണെങ്കിൽ 280 രൂപയ്ക്കുമാണ് കോഴിക്കോട്ടെ കടകളിൽ വിൽക്കുന്നത്. ഈ വർദ്ധിച്ച വിലയാണ് കടയുടമകളെയും ഇറച്ചി വാങ്ങുന്നവരെയും പ്രതിസന്ധിയിലാക്കിയത്. കുറേ കടകളൊക്കെ ഒറ്റപ്പെട്ടപ്പോൾ കടകളൊക്കെ പൂട്ടിയിട്ടുണ്ട്. കാരണം വിൽപ്പന നടത്താൻ കഴിയാത്തത് കൊണ്ട്. മറ്റുള്ള കടകളിലൊന്നും ഒരു ഏകദേശം ചില്ലറ വിൽപ്പന നടക്കുന്നില്ലാത്ത രീതിയിലാണ്. കുറഞ്ഞ ഹോട്ടലുകളിൽ തന്നെ കച്ചവടം പകുതിയായി. മറ്റേ ചില്ലറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി വാങ്ങുന്ന ആൾക്കാർ ഇപ്പോൾ ഇന്ന് മുതൽ വാങ്ങാത്തൊരവസ്ഥയിലേക്ക് പോയി. കാരണം അത്രയും വില നിത്യോപയോഗ സാധനത്തിൽപ്പെട്ടൊരു സാധനമാണ്. ഇത് ഇത്ര രീതിയിൽ വില ആകുമ്പോൾ ഒരിക്കലും ജനങ്ങൾക്ക് വാങ്ങി ഒപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വില കൂടുന്നത് ഫാം ഉടമകൾക്ക് ലാഭമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ കോഴി കർഷകർ അനിയന്ത്രിതമായി വില കൂട്ടുന്നു എന്നാണ് പ്രധാന ആരോപണം. ഈ ആരോപണത്തിൽ കഴമ്പുണ്ടോ? ഒരു കോഴിക്കുഞ്ഞിനെ 40 രൂപയ്ക്കാണ് നിലവിൽ കർഷകർക്ക് ലഭിക്കുന്നത്. 20 ദിവസം മുൻപ് വരെ 20 രൂപ മുതൽ 25 രൂപ വരെയായിരുന്നു വില. 80 രൂപ മുതൽ 90 രൂപ വരെയാണ് വിൽപ്പനയ്ക്ക് പാകത്തിൽ ഒരു കോഴിയെ വളർത്താനുള്ള ചിലവ്. കർഷകർ കടകളിലേക്ക് കോഴി എത്തിക്കുന്നവർക്ക് 110 രൂപയ്ക്കാണ് നൽകുന്നത്. വില കൂടുന്നത് കർഷകർക്ക് ലാഭവും അതേസമയം കോഴിയിറച്ചി വിൽപ്പന നടത്തുന്നവർക്ക് ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്. ഹോട്ടൽ ഉടമകളും വില കൂടുന്നതിൽ അത്ര കണ്ട് ഹാപ്പിയല്ല. ബിരിയാണീൻ്റെ റേറ്റ് നമ്മൾ കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല. അത് നമ്മളൊരു ഫിക്സഡ് റേറ്റ് വെച്ചിട്ടാണ് പോകുന്നത്. ഇവരിത് ആഴ്ച കൂടുമ്പോൾ തന്നെ ലഗോണ്ടതും ബ്രോയിലറിൻ്റെ വില പിടുത്തമിട്ടാൽ പോക്കാൻ പോകണത്. ഇപ്പോൾ നമ്മൾ അതിനനുസരിച്ച് സാധനം കുറയ്ക്കാനോ പിടിക്കാനോ കഴിയുന്നില്ലല്ലോ. അത് ആഴ്ചയിൽ ഇവർ കൂടിയല്ലാതെ കുറയുന്നില്ല സംഗതി. 65 ബാക്കിയുള്ള ചുക്ക അങ്ങനത്തെ ഐറ്റംസ് കൊടുക്കണം. നമുക്കിത് എന്താണ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. റേറ്റ് ഹോട്ടൽ റേറ്റ് നമുക്ക് അതിനനുസരിച്ച് കൂട്ടാൻ കഴിയില്ലല്ലോ. തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് പ്രധാനമായും കോഴികളെത്തുന്നത്. ക്രിസ്തുമസും പുതുവത്സരവും ഒക്കെ കണ്ട് ഇവർ വില വല്ലാതെ വർദ്ധിപ്പിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ കോഴിയിറച്ചിയുടെ ലഭ്യത കുറഞ്ഞതും തമിഴ് കച്ചവടക്കാർ മുതലെടുത്തു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മലയാളി അവരുടെ തീൻമേശയിൽ കോഴി വിഭവങ്ങൾ ഉണ്ടെന്ന് ഉറപ്പിക്കുന്നുണ്ട്. മനോജ് പയ്യന്നൂരിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.